ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായിട്ടാണ് വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ നിന്നും മടങ്ങുന്നത്. സിഡ്നി ഇന്നിംഗ്സിൽ 54 റൺസ് നേടിയപ്പോൾ തന്നെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന രണ്ടാമത്തെ താരമാകാനായി കോഹ്ലിക്ക് സാധിച്ചിരുന്നു. 380 ഇന്നിംഗ്സുകളിൽ നിന്ന് 14,234 റൺസ് നേടിയ മുൻ ശ്രീലങ്കൻ താരം കുമാർ സംഗക്കാരെയാണ് കോഹ്ലി മറികടന്നത്. മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്, മുൻ ശ്രീലങ്കൻ ക്യാപ്റ്റൻ സനത് ജയസൂര്യ എന്നിവർ കോഹ്ലിക്ക് പിന്നിലായിട്ടുണ്ട്. കോഹ്ലിക്ക് നിലവിൽ 14,255 റൺസായിട്ടുണ്ട്. 452 ഇന്നിംഗ്സുകളിൽ നിന്ന് 18,426 റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്. സിഡ്നിയിൽ ഓസീസിനെതിരെ 81 പന്തിൽ നിന്ന് 74 റൺസുമായി കോഹ്ലി പുറത്താവാതെ നിന്നിരുന്നു. 7 ബൗണ്ടറികൾ ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ്. ഓസ്ട്രേലിയയിൽ കളി ജയിച്ചതിന് ശേഷം നിർണായകമായ പ്രതികരണവും കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തനിക്ക് 37 വയസ്സ് പൂർത്തിയാകും. പക്ഷേ സ്കോർ പിന്തുടരുമ്പോൾ മിക്കപ്പോഴും എനിക്ക് ഏറ്റവും മികച്ചത് പുറത്തെടുക്കാനായി സാധിക്കാറുണ്ട്. രോഹിത്തിനൊപ്പം മത്സരം വിജയിക്കാനായി സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടക്കം മുതൽ തന്നെ ഞങ്ങൾ സാഹചര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിരുന്നു. അതുതന്നെയാണ് കാലാകാലങ്ങളായി ഇന്ത്യൻ ടീമിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടീമിലെ ഏറ്റവും പരിചയസമ്പന്നരായ ജോഡികളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ചെറുപ്പമായിരുന്ന കാലത്ത് വലിയ കൂട്ടുകെട്ടുകളിലൂടെ മത്സരം എതിരാളികളിൽ നിന്ന് തട്ടിയെടുക്കാൻ ഞങ്ങൾക്ക് ആവുമെന്ന് കരുതാറുണ്ടായിരുന്നു. ഇതെല്ലാം ആരംഭിച്ചത് 2013 ഓസ്ട്രേലിയക്കെതിരായ ഹോം പരമ്പര ആണെന്ന് താൻ കരുതുന്നു. ഞങ്ങൾ ഏകദേശം 20 ഓവറുകൾ ക്രീസിൽ നിലയുറപ്പിക്കുകയാണെങ്കിൽ ടീമിനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എതിരാളികൾ പോലും അത് മനസ്സിലാക്കും. ഓസ്ട്രേലിയയിൽ വരുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. സപ്പോർട്ട് ചെയ്ത കാണികൾക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് കോഹ്ലി വാക്കുകൾ അവസാനിപ്പിച്ചത്. T20യും ഏകദിനവും ഒന്നിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. 18,143 റൺസാണ് കോഹ്ലി നേടിയിട്ടുള്ളത്. ഈ മത്സരത്തിലൂടെ കോഹ്ലി സച്ചിനെ മറികടക്കുകയായിരുന്നു. 14,255 റൺസ് ഏകദിനത്തിലും 4,188 റൺസ് T20 ഫോർമാറ്റിലും. അതേസമയം സച്ചിൻ ഒരു T20 മത്സരം മാത്രമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 10 റൺസിന് പുറത്താവുകയും ചെയ്തിരുന്നു. എന്തായാലും നിർണായക പ്രതികരണത്തോടുകൂടി ടീം ഇന്ത്യയിൽ തനിക്കുള്ള സ്വാധീനം അറിയിച്ചുകൊണ്ട് തന്നെയാണ് വിരാട് കോഹ്ലി ഓസ്ട്രേലിയൻ പരമ്പര അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും 2027 ഏകദിന ലോകകപ്പ് വരെ രോഹിത്തും കോഹ്ലിയും ടീമിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇന്ത്യൻ കോച്ച് ഗംഭീറിന്റെ പ്രതികരണത്തിൽ നിന്നുൾപ്പെടെ വ്യക്തമാകുന്നത്. കോഹ്ലിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ വാദങ്ങളെയും തള്ളിക്കളയുന്ന ഒരു ഇന്നിംഗ്സും അതിനുശേഷമുള്ള പ്രതികരണവുമാണ് കോഹ്ലി ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.